നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിലെ കഥ കേട്ടാലോ? അപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കരയിക്കാൻ തയ്യാറായിട്ടാണ് അലീന ഇരിക്കുന്നത്. കാരണം ഇത്രയും ദിവസത്തെ പോലെയല്ല, അങ്ങനെ കഥകളൊക്കെ മാറി മറിയുവാണ്. വൈജയന്തിയുടെ മുഖത്ത് നോക്കി തന്നെ അലീന പറയുവാണ്, നിങ്ങൾ എൻ്റെ അമ്മയായിരുന്നു എന്നൊക്കെ. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒടുവിൽ സ്റ്റാലിൻ ഒരു തീരുമാനം എടുത്തു. തൻ്റെ മകളാണല്ലോ അലീന. പോരാത്തന്നെ ബാലേന്ദ്രൻ പറയുകയും ചെയ്തു, മകളെപ്പോലെ കൊണ്ടുപോയി നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം അവളെ വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ചിട്ട് സ്റ്റാലിയ കാര്യങ്ങൾ പറയാണ്, എനിക്ക് സമ്മതമാണ്, അവളെ ഈ വീട്ടിൽ കൊണ്ട് നിർത്താൻ സമ്മതമാണ്. അത് കേട്ടുകഴിഞ്ഞപ്പം ബാലേന്ദ്രന് സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി. കാരണം അലീന ഈ വീട് വിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. പക്ഷേ അവളുടെ അച്ഛനോടൊപ്പം ആണല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു. സ്റ്റാലി ആലോചിച്ചാണ് ഒരു തീരുമാനം എടുത്തത്. കാരണം തൻ്റെ മകളാണ് അവൾ. അങ്ങനെയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ തന്നോടൊപ്പം കഴിയട്ടെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഒടുവിൽ ബാലേന്ദ്രൻ അലീനയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്നെ കുളത്തൂപ്പുഴയിലേക്ക് പറഞ്ഞു വിടുന്നത്, അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ആൾ വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് സ്റ്റാൻലിയാന്നുള്ള കാര്യം മാത്രം ബാലേന്ദ്രൻ ആ സമയത്ത് മറച്ചു വെച്ചു. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇതോടെ അറിയണ്ട, പിന്നീട് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. ഒന്നുമല്ലേലും അവൾ സേഫായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത്ര സേഫ്റ്റി വേറെ ഒരിടത്തും കിട്ടത്തില്ല. സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കല്ലേ. ബാലേന്ദ്രൻ്റെ നെഞ്ചു പൊട്ടുക. ആദ്യം അവൾ തന്നെയാണ് അച്ഛാന്ന് വിളിച്ചത്. എന്നിട്ടും തനിക്ക് അവളെ നോക്കാൻ കഴിയുന്നില്ല. അത് വൈജയന്തി കാരണം മാത്രമാണ്. അലീനയെ പറഞ്ഞു വിടാൻ മനസ്സുണ്ടായിട്ടല്ല. വൈജയന്തിയുടെ ആ കുത്തിത്തിരിപ്പ് കാരണം, അവൾ ഒറ്റയൊരുത്തി എല്ലാത്തിനും കാരണം. അങ്ങനെ ഒടുവിൽ അലീനയ്ക്ക് സമ്മതമായിരുന്നു. കാരണം ഇനിയിപ്പോൾ താനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല. കുട്ടികൾക്ക് അമ്മയില്ലാതായി പോവും. അവർക്ക് അച്ഛനും അമ്മയും വേണം. അവരുടെ ശിക്ഷണത്തിന് വേണം അവർ വളരാനായിട്ട് എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ. അലീനയ്ക്കറിയാം അച്ഛൻ്റെ അമ്മയുടെ വില എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒടുവിൽ സ്റ്റാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ശരി എങ്കിൽ ഒരു കാര്യം ചെയ്യുക, അവളെ വേണം ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ അവളെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പിന്നെ എതിർത്തൊന്നും പറയാൻ പോയില്ല. അങ്ങനെ അപ്പോൾ പോകുന്നതിന് മുമ്പ് അലീന ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, കൊല്ലപ്പള്ളി വീട്ടിൽ പോകണം, അവരോടൊക്കെ യാത്ര പറയണം, മുത്തശ്ശിയോട് അമ്മയോട് മനുവേട്ടനോട് എല്ലാ യാത്ര പറയണം. അങ്ങനെ അലീന എന്ത് ചെയ്തു, അവിടേക്ക് പോകുകയാണ്. അപ്പോൾ കുട്ടികളോടൊന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീന എങ്ങോട്ടാണ് പോകുന്നത്, എന്താ എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അലീനയ്ക്ക് നല്ല സങ്കടമുള്ള കാര്യം തന്നെയാണ് പോകുക എന്ന് പറഞ്ഞാൽ. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് അലീന ചെല്ലുകയാണ്. അലീന ചെന്ന് ആദ്യം മനുവിനെ കാണുകയാണ്. മനുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോകുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും മനുവിന് സങ്കടം സഹിക്കാൻ പറ്റില്ല. മനു പറഞ്ഞു, അല്ല, ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട കാര്യമുണ്ടോ? ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നല്ലേ, നീ പോവണ്ടെന്നൊക്കെ പറഞ്ഞു. കാരണം മനുവിന് ഭയങ്കര വിഷമമാണ്. ആ സമയത്ത് അലീന പറഞ്ഞു, പോണം മനുവേട്ട, ഞാൻ പോകാതിരുന്നിട്ട് കാര്യമില്ല. ഞാനിവിടെ നിന്നുകൊണ്ട് ഒന്നും ശരിയാകത്തില്ല, അറിയാലോ. ഞാൻ ആ വീട് വിട്ടു പോയാലോ ആൻറ്റി അങ്ങോട്ടേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. ഒടുവിൽ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു. മുത്തശ്ശിയുടെ മുറിയിൽ ചെന്നിട്ട് അലീനെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം മുത്തശ്ശി അലീനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. നമുക്ക് തന്നെ കണ്ണ് നിറഞ്ഞു വരും. ഇപ്പം മുത്തശ്ശിക്ക് അറിയാം പഴയതുപോലെയല്ല, തൻ്റെ മകളുടെ മകളാണ് ഇവളെന്നുള്ള കാര്യം മുത്തശ്ശിക്കറിയാം. മുത്തശ്ശിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. മുത്തശ്ശി പറഞ്ഞു, മോളെ പോണോ, നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നീ അവിടെ കഴിയേണ്ടവളല്ലേ എന്നൊക്കെ പറയണം. അത് സാരമില്ല മുത്തശ്ശി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോകണം, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ മാഡം അങ്ങോട്ടേക്ക് വരുവോളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ നീ എവിടെ പോയാലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. നീ എവിടെയാണെങ്കിലും നിനക്ക് നല്ല സ്വഭാവമാണ്, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവേണം. കമലയ്ക്കൊക്കെ പക്ഷേ സന്തോഷമായിരുന്നു അലീന പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. കാരണം അലീന പോയിട്ടുണ്ടെങ്കിൽ വൈജയന്തി അങ്ങോട്ടേക്ക് പോയിക്കോളും, ഒരു ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്നൊക്കെ ഒരു ചിന്ത. ഒടുവിൽ അങ്ങനെ അലീന വൈജയന്തിയുടെ മുറിയിലേക്ക് വന്നു. വൈജയന്തിയുടെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് സഹിച്ചില്ല. വൈജയന്തി ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നീ അവിടെ നിന്ന് പോയില്ലല്ലേ? എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ എല്ലാവരും കയ്യിലെടുത്ത് നാണം ഉണ്ടോടി നിനക്ക് അവിടെ കഴിയാനായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണ്. ആ സമയം അലീന പറഞ്ഞു, ഞാൻ പോകുക മാഡം, യാത്ര ചോദിക്കാൻ വേണ്ടി വന്നതാ, നാളെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു. യാത്ര ചോദിക്കാൻ എന്തിനാടി നീ എന്നോട് വന്ന് യാത്ര ചോദിക്കുന്നേ? അതിന് നമ്മൾ തമ്മിൽ എന്താ ഒരു ബന്ധമിരിക്കുന്നേ? എവിടെയോ കിടന്ന ഒരു സന്തതി, ആരോ പിഴച്ച് പ്രസവിച്ചവള്, എന്നിട്ട് നീയാണോടി എന്നോട് യാത്ര പറയാൻ വരുന്നത്?
നാണമില്ലാത്തുള്ള ഒരു വേലക്കാരിയായിട്ട് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിനെയൊക്കെ കൈയടക്കി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് കീഴടക്കാമെന്ന് നീ വിചാരിക്കുമൊന്നും വേണ്ട. നീ ആരാന്ന് നിൻ്റെ ഭാവം. എനിക്ക് സങ്കടം അങ്ങോട്ട് അണ പൊട്ടി കഴിയും. കാരണം തൻ്റെ സ്വന്തം പെറ്റമ്മയാണ് ഇങ്ങനെയൊക്കെ പറയണേ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ, മാഡത്തിന് ഇങ്ങനെയൊക്കെ പറയാം. ഒരു പക്ഷേ പഴിച്ച് പ്രസവിച്ചോളാം ഞാൻ, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാനൊന്നും പറയില്ല. പക്ഷെ മാഡം ഒരു കാര്യം ചിന്തിക്കണം. 10-22 വർഷങ്ങൾക്ക് മുമ്പ് മാഡം ആഗ്രഹം വെച്ച് എന്താ സംഭവിച്ചതെന്ന്. ഒരു നിമിഷം വൈജയന്തിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി. വൈജയന്തി ഞെട്ടിപ്പോയി, എന്താ ഏതാന്ന്. അപ്പോൾ ഇവൾക്ക് ആ കഥകളൊക്കെ അറിയാവുന്നൊരു ചിന്ത. തൻ്റെ മുഖം മൂടി അലീനെ വലിച്ചു കീറുവാണോ എന്നൊരു സംശയം വൈജയന്തിയുടെ മുഖത്തുണ്ടായി. വൈജയന്തി പറഞ്ഞു, എന്താടി നീ പറഞ്ഞേന്ന് ചോദിച്ചു. മാഡത്തിന് മനസ്സിലായില്ലേ, ആഗ്രഹം വെച്ച് മാഡത്തിനൊരു ജീവിതം ഉണ്ടായിരുന്നല്ലോ, ആ ജീവിതത്തെക്കുറിച്ച് മാഡം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ മുഖത്ത് വല്ലാതെയായപ്പോൾ ഇരുട്ടടിയേറ്റ പോലെ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ കഥകളൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം, എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനായിട്ട് എന്ന് പറഞ്ഞു. അപ്പം താൻ പിഴച്ചൊരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നുള്ള കഥ ഇവൾക്കറിയാവോ എന്നൊരു ചിന്തയാണ്. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, എടി നിനക്ക് ആഗ്രഹമുള്ള കഥ എന്താ അറിയാവുന്നേ? എനിക്കെല്ലാ കഥകളും അറിയാം മാഡം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. മാഡം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കഥകളൊന്നും ഓർക്കുന്നല്ല. പക്ഷേ ഞാൻ ഇന്ന് വരെ മാഡത്തിനോട് അങ്ങനെ ഒരു രീതി വെച്ചല്ല സംസാരിച്ചിരിക്കുന്നത്, പെരുമാറിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുക. ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കണ്ടേ, എൻ്റെ അമ്മയായിരുന്നു മാഡം എനിക്ക് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. ആ രംഗം കണ്ടു കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. അത്രയ്ക്ക് വികാര നിർഭരമായ രംഗമാണ്. കാരണം അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴുകുക. എൻ്റെ അമ്മയായിരുന്നു മാഡം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും അതാണല്ലോ. ആ സമയം വൈജയന്തി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോഴത്തേനും അലീന പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അലീനയ്ക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്ന് പോലും അലീന ഒരു നിമിഷം ഭയന്നു പോയി. അങ്ങനെ അലീന അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും മനു ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മനുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അലീന പറഞ്ഞു, മനുവേട്ടൻ എന്തിനാ സങ്കടപ്പെടുന്നേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് കടപ്പാട്ട് വീട്ടിലേക്ക് വരും, അവരെയൊക്കെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാത്ര പറയാണ്. മനുഷ്യ അങ്ങനെ തൻ്റെ എന്തോ ഒരു പാതി അങ്ങോട്ട് പോകുന്ന പോലെയാണ് ഫീലാണ് തോന്നിയത്. അലീനെ പോകാന്ന് പറഞ്ഞാൽ ഇത്രയും നാളും തൊട്ടടുത്തുണ്ടായിരുന്നു, കൺവെട്ടത്തുണ്ടായിരുന്നു, ഇടയ്ക്ക് കാണായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവൾ അത്ര ദൂരത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് അവളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പിന്നീട് അലീന വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ കുട്ടികളോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനെ പോകുന്നതിനെക്കുറിച്ചൊക്കെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നത്. കാരണം അലീന ചേച്ചി പോകാന്ന് പറഞ്ഞാൽ രോഹിത്തും കൃഷ്ണമോളും ഭവിതയൊക്കെ മാറിപ്പോയിരുന്ന കരയുവേണം. അലീനെ കെട്ടിപ്പിടിച്ചാണ് കൃഷ്ണമോള് കരയണേ. അലീന ചേച്ചി ഇവിടുന്ന് പോവണ്ടെന്നും പറഞ്ഞ് കരയുക. പോകാതിരിക്കാൻ പറ്റില്ല, അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ടേ മോളെ. അതെ, ചേച്ചി പോയിട്ട് അമ്മ ഇങ്ങോട്ടേ വരണ്ടാന്നൊക്കെയാണ് കൃഷ്ണമോള് പറയണേ. കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി പോയിട്ടുണ്ടെ പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോകുന്നൊക്കെ പറഞ്ഞ് കരയുമ്പോഴത്തേനും അലീന ഇങ്ങനെ അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അത്രയ്ക്ക് മാത്രം സങ്കടം ഉണ്ടായിരുന്നു അലീനയ്ക്കും. അലീനയോട് പറഞ്ഞു, എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ പോകുന്നത്, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, വേണ്ട അലീന ചേച്ചി പോവണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സ്റ്റാലി അലീനയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വരുവാണ് കടപ്പാട്ട് വീട്ടിലേക്ക്. അങ്ങനെ സ്റ്റാലി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ കുളത്തൂപ്പുഴയിലേക്ക് കൊണ്ടുവന്നിട്ട് ആൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പം അലീന അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ സ്റ്റാലി അലീനയും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുവാണ്. അതിന് ഒന്നൊന്നര നോട്ടം തന്നെയായിരുന്നു. സ്റ്റാലി അലീനെ അടിമുടി നോക്കിക്കഴിഞ്ഞപ്പോൾ സ്റ്റാലി ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. തൻ്റെ അമ്മയുടെ അതേ രൂപം, മരിച്ചുപോയ തൻ്റെ അമ്മ മരിച്ചറിഞ്ഞിട്ടാണ് താൻ അവിടെ നിന്ന് പോയത്. അന്നാണ് വൈജയന്തിനെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടു പോയത്. തൻ്റെ അമ്മ തന്നെയാണ് ഇവളെന്നുള്ള സത്യങ്ങളൊക്കെ സ്റ്റാലി ആ സമയത്ത് മനസ്സിലാക്കണം. അതേ രൂപത്തിൽ വൈജയന്തി പിന്നെ സ്റ്റാലിക്കൊന്നും തീരുമാനിക്കേണ്ടായിരുന്നില്ല. ഇവൾ തൻ്റെ മോളാന്ന് തന്നെ സ്റ്റാലിക്ക് മനസ്സിലായി. ഒരു DNA ആവശ്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അലീന സ്റ്റാലിയുടെ അടുത്തേക്ക് വന്നു. സ്റ്റാലിയെ നോക്കുവാണ്. സ്റ്റാലി ഇങ്ങനെ നോക്കുവാണ്, അവളെ തന്നെ കണ്ണും വയ്ക്കാതെ ഇങ്ങനെ നോക്കിയിരുന്നു. ആ സമയത്ത് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നു. പിന്നീട് സ്റ്റാലി ചോദിച്ചു, സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. അലീന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനോട് യാത്ര പറയുകയാണ്. ബാലേന്ദ്രനോട് യാത്ര പറയാന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ലീനയ്ക്ക്. കാരണം ഇവിടെ കൊണ്ടുവന്ന് തന്നെ ഒരു മകളെപ്പോലെ നോക്കിയതാ. അപ്പം ആ രീതിയിലുള്ള യാത്ര പറച്ചിലായിരുന്നു. ബാലേന്ദ്രൻ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഒടുവിൽ ബാലേന്ദ്രൻ കരയാതിരിക്കാൻ പാടുപെടുവാണ് അലീനയുടെ മുന്നിൽ.
എത്രയൊക്കെയാന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെയും അതുപോലെ ഈ കുടുംബത്തെ അത്ര കാര്യമായിട്ട് നോക്കിയതല്ലേ. ഒടുവിൽ ബാലേന്ദ്രന് പുറത്തേക്ക് വന്നിട്ട് സ്റ്റാലിയോട് പറഞ്ഞു, അതെ എൻ്റെ മകളെയാണ് ഞാൻ വിട്ട് തന്നെ അങ്ങനെ തന്നെ നോക്കിക്കോണം, മകളായിട്ട് തന്നെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞു. എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് അലീന സ്റ്റാലിയോടൊപ്പം കാറിലേക്ക് കയറുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നറിയില്ല നോക്കി നിൽക്കുകയാണ് കുട്ടികൾ. ബബിത മുറിയിലേക്ക് പോയി കരയുവാണ്. ബബിതയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അതൊക്കെ കണ്ടു കഴിയുമ്പം നമ്മുടെ കണ്ണും നിറഞ്ഞൊഴുകും. നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇത്ര പെട്ടെന്ന് അലീന അവിടുന്ന് യാത്ര പറഞ്ഞ് പോകുന്ന രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു രംഗം തന്നെയാണ്. അങ്ങനെ സ്റ്റാലിയോടൊപ്പം കുളത്തൂപ്പുഴയ്ക്ക് യാത്രയാണ്. അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അധികം വൈകാതെ വൈജയന്തി ആ സത്യവും തിരിച്ചറിയും. അലീന എവിടെയാണ്, സ്റ്റാലിയുടെ വീട്ടിലാന്നുള്ള കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ തൻ്റെ കഥകളൊക്കെ അവൾ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു? അവൾ തന്നെ അമ്മയെപ്പോലെയാണ് കരുതുന്നത്. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വൈജയന്തിയും വേട്ടയാടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മളിനി വരുന്ന ദിവസം കാണുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.